നടൻ അമിത് ചക്കാലക്കൽ സംസാരിക്കുന്നു. അതിലേക്ക് ഇവിടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ആ വണ്ടിയും ഇവിടെ കിടന്നിരുന്ന വേറൊരു എൽസിയും പിന്നെ എൻ്റെ മറ്റേ അവിടെ പ്രാഡോയും അതിൻ്റെയും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടിയുടെ ഇപ്പം ചെക്ക് ചെയ്ത സമയത്ത് ജെന്യുവൻ ആയിട്ടാണെന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് ഇവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ ഇവർക്ക് ബേസിക്കലി അറിയേണ്ടത് ഈ വർഷങ്ങളിൽ വന്നേക്കുന്ന വിദേശത്ത് നിന്ന് ബൂട്ടാണെന്ന് മറ്റേ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് വന്നേക്കുന്ന വണ്ടികളിൽ പെടുന്നതാണോ എന്നുള്ളായിരുന്നു. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വണ്ടി 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ പഴയ ഒരു 10-15 വർഷങ്ങൾ മുമ്പ് ഓരോ കൈമാറ്റങ്ങൾ നടന്നതിൻ്റെയും സെയിൽഡ് ഇതിൻ്റെ എല്ലാ ഫോട്ടോസ് ഉൾപ്പെടെ ഒറിജിനൽസ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് അത് വെരിഫൈ ചെയ്യണം. എൻ്റെ വണ്ടിയുടെ വെരിഫൈ ചെയ്തിട്ട് ഞാൻ നുണ പറയുന്നതല്ല, ഇത് ജെന്യുവൻ ആണെന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ വണ്ടിയുടെ തന്നെ പഴയ നമ്പർ വെച്ച് ഓൺലൈനിൽ സെർച്ച് ചെയ്ത ഒരു 15 വർഷം മുമ്പ് ഒരാൾ ചെയ്ത വ്ളോഗ് ഉൾപ്പെടെ റൈറ്റപ്പ് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഈ 6 വണ്ടികൾ എൻ്റെയാണെന്നാണ് ഇന്നലെ പല ഇതിലും പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് നോട്ടീസിൽ വണ്ടികളുടെ നമ്പർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഈ കാണുന്ന വണ്ടികൾ ഇതെല്ലാം ഇവിടെ കിടന്നത് ഉൾപ്പെടെ ഞാൻ വണ്ടികൾ പണിയുന്ന വർക്ക്ഷോപ്പുണ്ട്, ആ ഗാരേജ്, അവിടെ എൻ്റെ കെയർ ഓഫിൽ വന്ന വണ്ടികളാണ്. അതായത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പണിയാൻ വേണ്ടി വന്ന വണ്ടികളാണ്. അപ്പം ഇതെല്ലാം അതാത് ഇപ്പം ഈ TN 099 ഇതൊക്കെ ഇന്ത്യൻ ഇൻവോയ്സ് വണ്ടികളാണ്. അതായത് ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടികൾ പണിയാൻ വേണ്ടി ഇവിടെ വന്നെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോറൂമിൽ നിന്ന് ഇൻവോയ്സ് കൊടുത്തുകൊണ്ട് അവർക്ക് അത് അവിടെ വെച്ച് പ്രോബ്ലം മാറി. ഒരു കൺഫ്യൂഷൻ ഇപ്പം ഞാനും ഇന്നലെ മുതൽ കണ്ടുപിടിക്കേണ്ട ഈ 6 വണ്ടികളുള്ള എൻ്റെ പിടിച്ചു എന്നുള്ളത് അത് തെറ്റാണ്. കാര്യം വർക്ക്ഷോപ്പിൽ കിടന്ന പല പല ആൾക്കാരുടെ വണ്ടികളാണത്. അതായത് ഓണേഴ്സ് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഓണേഴ്സ് അതിൻ്റെ ഒറിജിനൽസും അവർക്കുള്ള ഡോക്യുമെന്റ്സും വന്ന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ കിടന്നത് കൊണ്ട് തന്നെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കിടന്ന വണ്ടികളുടെ ചിലത് റണ്ണിങ് കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ സീസ് ചെയ്തിട്ട് പോയി. റണ്ണിങ് കണ്ടീഷൻ ആയിരുന്ന വണ്ടികളെല്ലാം എടുത്ത് അവരുടെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് കൊണ്ടുപോയത് ഇവിടെ നിന്ന് 2 വണ്ടികളാണ്. 2 വണ്ടികൾ, എൻ്റെ വണ്ടി കൂടെ 2 വണ്ടികൾ. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഓണേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആ ഓണേഴ്സ് അതിന്റെ ഡോക്യുമെന്റ്സ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇനി ഞാനായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ റെഫറൻസിലാണ് അവർ ആ വർക്ക്ഷോപ്പിൽ പണിയാൻ വേണ്ടി വന്നത്. കാര്യം അതിൽ ഒരു TN 01 AU 999 UP 14 BK 1000 MH01 DA KL 65V 200 KL 47J 4583 ഈ വണ്ടികളെല്ലാം അവിടെ എന്റെ കെയർ ഓഫിൽ പണിയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അത് മീഡിയ ആരൊക്കെയോ തെറ്റിദ്ധാരണകൾ പെട്ടെന്നൊന്നും കറക്റ്റായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ എഴുതിയേക്കുന്ന എന്റെ വണ്ടികൾ എന്റെ അല്ല അത്. അപ്പൊ അവരുടെ വർക്ക്ഷോപ്പിൽ തന്നാണ് അതിന് സ്ഥലം കൊടുത്തത്. അപ്പൊ അതിന്റെ അതാത് ഓണേഴ്സ് ആണ് അതിനെ റെപ്രസെന്റേറ്റ് ചെയ്യേണ്ടത്. എന്റെ ഇവിടെ വന്ന വണ്ടികളുടെ തന്നെ ഇവിടെ വെച്ച് തന്നെ RTO ഒന്ന് ചെക്ക് ചെയ്തു. ആക്ച്വലി ഇവിടെ വന്ന് തന്നെ RTO അതിന്റെ ഫസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും ഒറിജിനൽ രജിസ്ട്രേഷൻ ആണെന്ന്. കാര്യം 20 വർഷം 25 വർഷം രജിസ്റ്റർ ചെയ്തതാണ്. അപ്പൊ അതൊന്നും ടാമ്പർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ നിലവിൽ നിൽക്കുന്ന സംശയം എന്താന്ന് വെച്ചാൽ ഈ 2 വർഷമായിട്ട് ഇവിടെ വണ്ടി വന്നിട്ടുണ്ട്. ഈ വന്നേക്കുന്ന വണ്ടികൾ ടാമ്പർ ചെയ്താണ് രജിസ്ട്രേഷൻ നടന്നേക്കുന്നത്. ഇപ്പൊ ഈ 25 വർഷം മുമ്പ് ഉള്ള രജിസ്ട്രേഷൻ കാണിക്കുന്നതും ഇനി വല്ല ടാമ്പേർഡ് ആണോ വല്ല തട്ടിപ്പാണോ എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അവർ പിടിച്ചേക്കുന്നത്. അവർക്ക് ഉറപ്പ് തന്നെ നമ്മൾ കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ് എന്താ അറിയാം. നമ്മൾ ഈ ഒരു 6, 7, 8 ഓണേഴ്സ് കഴിഞ്ഞുള്ള ആൾക്കാരുടെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഒരു RTOയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ പുറത്തുനിന്ന് വന്ന ഇമ്പോർട്ട് ഡോക്യുമെന്റ്സും സാധനങ്ങളെല്ലാം കൊടുത്താണ് രജിസ്ട്രേഷൻ കാർഡ് കിട്ടുന്നത്. ഇതെപ്പോഴും ആദ്യത്തെ ഓണറിനടുത്താണ് ഉണ്ടാവുക. ചിലപ്പോൾ ചില ആൾക്കാർ അതിന്റെ കോപ്പിയൊക്കെ കീപ്പ് ചെയ്യും. അതായത് ഇമ്പോർട്ട് ഡോക്യുമെന്റ് ചില ആൾക്കാർ കീപ്പ് ചെയ്യും. ഇതൊരു 6-7 കൈമറിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവുന്നത് RC ബുക്കും ഇൻഷുറൻസും പൊല്യൂഷനും സാധനങ്ങളും മാത്രമായിരിക്കും. നമ്മുടെ കയ്യിൽ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലുള്ള വേറൊരു വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ ഈ അടുത്താണ് വാഹൻ പോർട്ടലായത്. ഈ വാഹൻ പോർട്ടലായതിന്റെ മുമ്പുള്ള സാധനങ്ങൾ അവിടെ അവർ കീപ്പ് ചെയ്യണമെന്നില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ സാറ് വന്നപ്പോൾ ചോദിച്ചു 99-ലുള്ളതിന്റെ ബാക്ക് ഡോക്യുമെന്റ് എന്തെങ്കിലും അവിടെ ഉണ്ടാവുമെന്ന്. അവരും ഉറപ്പല്ല പറയുന്നത്. കാര്യം ഇത്ര വർഷം മുമ്പുള്ള ഇനി അതിന്റെ പുറകെ നമ്മൾ ഓടണം. പിന്നെ അവരോട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ എന്റെ മുമ്പത്തെ ഓണേഴ്സ് ഒരു 10-15 വർഷം മുമ്പ് അവരവരുടെ ഫേസ്ബുക്കിലേക്ക് ഈ എന്റെ വണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. കാര്യം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഈ പഴയ ഓണേഴ്സ് വന്ന് എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തപ്പോൾ എനിക്ക് അവരെയൊക്കെ കോൺടാക്ട്സ് കിട്ടിയത്. അപ്പൊ ഇനി ഇത് ജെന്യുവൻ ആയിട്ട്, കാര്യം ഇത് 20 വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെ ഉള്ള വാഹനമാണ്. നമ്മളത് പ്രൂവ് ചെയ്യാന്നുള്ളത് കൊടുത്തു. ഇനി അവർക്കത് ബോധ്യപ്പെടണം. എന്റെ അല്ല, എന്റെ ഒറ്റ വണ്ടി പോയിട്ടില്ല. എന്റെ ഒരൊറ്റ വണ്ടിയുള്ളൂ. ഇവിടെ കിടന്ന വണ്ടിയാണ് മലബാർ ഗോൾഡിന്റെ അവരുടെ വണ്ടിയാണ്. നിപ്പോൺ ടൊയോട്ടയിൽ അത് വർക്കിന് വേണ്ടി ഇങ്ങോട്ട് വിട്ടിരുന്നതാണ്. എന്റെ വണ്ടിയല്ല. ബാക്കി അവിടെ കിടക്കുന്നത് 1, 2, 3, 4, 5 വണ്ടി ഗരാജിൽ കിടന്ന വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്റെ ഉൾപ്പെടെ 7 വണ്ടി. എന്റെ ഒറ്റ വണ്ടിയുള്ളൂ.
MP09W1522 എന്ന് പറയുന്ന ലാൻഡ് ക്രൂസർ 1999 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒറ്റ വാഹനമേ ഉള്ളൂ എന്റെ. ആ ഒറ്റ വാഹനമേ ഉള്ളൂ, വേറെ വാഹനങ്ങളൊന്നും എന്റെ അല്ല.